ഈ ഒരു കലിയുഗത്തിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ഭഗവാന്റെ നാമങ്ങൾ എഴുതുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭഗവാന്റെ ഏത് നാമമാണ് എഴുതുക, അത് എത്ര പ്രാവശ്യം എഴുതണം, ലക്ഷ്മി ഏത് നാമമാണ് എഴുതാറ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭഗവാന്റെ ഏത് നാമം വേണമെങ്കിലും എഴുതാം. ഹരിനാമ മന്ത്രം എഴുതാനായിട്ട് സാധിക്കും, ദ്വാദശാക്ഷര മന്ത്രം എഴുതാനായിട്ട് സാധിക്കും, നാരായണ മന്ത്രം എഴുതാനായിട്ട് സാധിക്കും. എഴുതുന്ന സമയത്ത് ഒരേ മന്ത്രം തന്നെ അല്ലെങ്കിൽ ഒരേ നാമം തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 101, 201, 301 ആ ഒരു കണക്കിനായിട്ട് ഭഗവാന്റെ നാമങ്ങൾ എഴുതുക. ലക്ഷ്മി ഏത് നാമമാണ് എഴുതാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രമാണ് എഴുതാറ്. ഇങ്ങനെയാണ് ഞാൻ എഴുതാറ്. കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പ്രകാരമാണ് ഞാൻ നാമം എഴുതാറ്. നമ്മൾ 101 പ്രാവശ്യം അല്ലെങ്കിൽ 201 പ്രാവശ്യം എന്ന് ഭഗവാന്റെ നാമങ്ങൾ എഴുതുന്ന സമയത്ത് അതിൽ ഒരു പ്രാവശ്യമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് എൻ്റെ ഭഗവാനെ ഗുരുവായൂരപ്പ എന്നൊരു വിളി വരുള്ളൂ. ആ ഒരു വിളി മതി അദ്ദേഹം നമ്മുടെ അരികിലേക്ക് ഓടിയെത്താനായിട്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ഭഗവാന്റെ നാമങ്ങൾ എഴുതുക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.